ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പം നമ്മൾ ഇന്നും വീണ്ടും ഹരിപ്പാട്ടോടാണ് പോയേക്കുന്നത്. ഹരിപ്പാട്ടി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ന്യൂലാൻഡിലോട്ടാണ് പോകുന്നത്. രാത്രിയിലത്തെ ഫുഡ് വാങ്ങിക്കാനാണെങ്കിലും ബേക്കറി വാങ്ങിക്കാനാണെങ്കിലും എല്ലാം ഞങ്ങൾ അവിടോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ 3 പേരും സോഡ സർവത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ലൈമും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അമ്മ പറയുകയാണ് രേഷ്മയെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടെടുക്കണം, വൃത്തിയായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ പറയണം. ഞാൻ ഗൈസ് അങ്ങനെയൊന്നും പറയാറില്ല. അമ്മ അറിയാതെ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കാറ്. നമുക്കുള്ള പപ്സും പരിപ്പുവടയും സോഡ സർവത്തും ഫ്രഷ് ലൈമും ഒക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്താണ് ഗൈസ് ഇത്. പക്ഷേ അമ്മ പറഞ്ഞ് ഇത്ര ആക്രാന്തത്തോടെ കഴിക്കല്ലേ രേഷ്മയെ, ഇങ്ങനെയാണോ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ ചിരിക്കുന്നത് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലൊക്കെ കൊടുക്കാൻ നിന്നപ്പോഴാണ് ഇത് ദുബായ് ചോക്ലേറ്റ് കണ്ടത് ഗൈസ്. അവിടെ ദുബായ് ചോക്ലേറ്റ് എത്തിയിരിക്കുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ നേരെ ന്യൂലാൻഡിലോട്ട് വിട്ടോ ഗൈസ്. പക്ഷേ 490 450 രൂപയും കണ്ടാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ അത് അവിടെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടിങ്ങി പോകുന്നു ഗൈസ്. ഈ ന്യൂലാൻഡിലാണ് കേട്ടോ നമ്മളെപ്പോഴും വരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഴയ ന്യൂലാൻഡിലോട്ട് പോകാറേ ഇല്ല. പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മൾ പടിഞ്ഞാറേ നടയിൽ നിന്ന് തേങ്ങയൊക്കെ വാങ്ങിച്ചു. ഇതേ ഗ്യാസ് റെഡിയാക്കുന്ന കടയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാൻ ഇത് വിട്ടിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം ഗ്യാസ് കേടായപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒരു നമ്പറിന് വേണ്ടി ബുദ്ധിമുട്ടിയായിരുന്നു ഗൈസ്. അത് കണ്ടപ്പോൾ എടുത്ത് സേവ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ആ വീഡിയോ ഇവിടെ കിടക്കട്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉള്ളി സവാളയൊക്കെ അവിടുന്ന് വാങ്ങിച്ചു ഗൈസ്. ഡാണാപ്പടി ആ സൈഡിൽ നിന്ന്. അവിടെ നല്ല വിലക്കുറവല്ലേ. അവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അജോയിലെത്തി. അജോയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചത് സ്നാക്സിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഞാനും അമ്മ അവിടെ ഒന്ന് സ്റ്റോപ്പ് ആവും. പിന്നെ ബ്രഷിന് 649 രൂപ ഗൈസ്. ഈ ബ്രഷിന് എന്താ കാലം പോകുന്ന പോക്കേ. നമ്മൾ കൂടി വന്നാൽ 50 രൂപയുടെ ബ്രഷായിരിക്കും വാങ്ങിക്കുന്നത്. അതിൽ കൂടുതൽ ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നിശാങ്കുട്ടൻ്റെ ഒരു കേക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ബേക്കറി വന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ നിശാങ്കുട്ടനെ വിളിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ 12 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. 3 മണിയായിട്ടുണ്ട്. പിന്നെ നിശാങ്കുട്ടനെ കൂടെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ്റെ അംഗനവാടിയിലെത്തി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ രമണിയമ്മ എടുത്ത് പോവാണ്. വിഷ്ണുട്ടൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോകണം. ഇവിടെ അടുത്താണ് കേട്ടോ. നിശാങ്കുട്ടൻ തോക്കൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അവിടെ നമ്മുടെ ഒരു പട്ടിക്കുട്ടനുണ്ട്. അവനുമായിട്ട് കളിക്കാനാണ് ഈ തോക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഈ പട്ടിക്കുട്ടിയായിട്ട് അടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞിനെ അടുത്ത് വിട്ടോന്ന്. ശരിക്കും അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. അതിന് പല്ലൊന്നുമില്ല, അത് കടിക്കത്തൊന്നുമില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ അത്ര കാര്യമായിട്ട് വിട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് രമണിയമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ. ഇതാണ് വിഷ്ണുട്ടൻ്റെ വല്യമ്മ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രമണിയമ്മ നല്ലൊരു സ്വീറ്റ്സ് തന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. രമണിയമ്മ ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ഇതാട്ടോ. നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കുന്ന സാധനത്തിന്. നല്ല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നുവിടും. കഴിഞ്ഞ ദിവസം കലത്തപ്പമൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടായിരുന്നു കേട്ടോ. അവിടുത്തെ പട്ടിക്കുട്ടനെ അല്ല ഗൈസ്, ഇത് തത്തക്കുട്ടി. അവിടെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പം രാത്രിയായി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പം ഗൈസ്. പിന്നെ വീട്ടിൽ വന്ന് ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.